ക്യാമറ അടിച്ചു പോയിക്കണം, അപ്പോൾ അത് മാറ്റണം. അതായത് ഒരു ജംബോ ക്യാമറയാണ്, പഴയ മോഡൽ അനലോഗ് ക്യാമറയാണ്, IP ക്യാമറ ഒന്നുമല്ല. പിന്നെ ഈ കാണുന്ന എൻ്റെ ബാക്കിലുണ്ടോ 2 ക്യാമറ. ആ 2 ക്യാമറ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചങ്ങന്മാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് അൽ വർക്കിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടോ, ഈ ബിൽഡിങ്ങിലാണ് വർക്ക്. അപ്പോൾ ക്യാമറൻ്റെ മെയിൻ്റനൻസ് വർക്കിന് വന്നതാണ്. അപ്പോൾ ഇവിടെ 2 ക്യാമറ കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ അത് ശരിയാക്കണം. ഒന്ന് ക്യാമറ അടിച്ചു പോയിക്കണം, അപ്പോൾ അത് മാറ്റണം. അതായത് ഒരു ജംബോ ക്യാമറയാണ്, പഴയ മോഡൽ കേട്ടോ. ഏകദേശം ഒരു 10 വർഷം ബാക്കിലുള്ള ബിൽഡിങ്ങാണ്. പിന്നെ ഇവിടുത്തെ വർക്കൊക്കെ ഒരു സംഭവമാണ്. പിന്നെ അനലോഗ് ക്യാമറയാണ്, IP ക്യാമറ ഒന്നുമല്ല. പിന്നെ ഈ കാണുന്ന എൻ്റെ ബാക്കിലുണ്ടോ 2 ക്യാമറ. ആ 2 ക്യാമറയിൽ ഒന്നാണ് കംപ്ലൈൻറ്റ്. ഇതാരാണത് ഫിക്സ് ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. ഇത് നിൽക്കുന്നത് ശരിക്കും റോങ് ആണ്. കാരണം ഈ 2 ക്യാമറ ഫോക്കസ് ചെയ്യണത് ഈ ഒരു ബാരിയറിനെയാണ്. അതായത് വണ്ടി വരുമ്പോൾ ഓപ്പൺ ആകുന്ന സംഭവം ഇതുണ്ടല്ലേ, വണ്ടി വരുന്ന ഓപ്പൺ. പക്ഷേ ഇതിലൊരു ക്യാമറ ഫോക്കസ് ആവേണ്ടത് ബാരിയർ അല്ല. ഒരു ക്യാമറ ആ ഭാഗത്തേക്കാണ് ശരിക്കും വേണ്ടത്, ആ ഏരിയയിൽ ക്യാമറ അല്ല. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്യാനൊന്നും പോകണില്ല. ഇത് ആൾറെഡി എങ്ങനെ ഫിക്സ് ചെയ്തു അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യണില്ല. അത് ഇതിൽ കൺസീൽഡ് ആയിട്ട്, ഇതിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ടാണ് RJ59 കേബിൾ വന്നത്. ആ ബോക്സിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അത്. പിന്നെ ഇവിടെ 220 വോൾട്ട് ഉണ്ട്. 220 വോൾട്ടിൽ പവർ അഡാപ്റ്റർ പ്ലഗിൽ കണക്ട് ചെയ്തിരിക്കണം. അതിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്തിട്ടാണ് അവിടെ 12 വോൾട്ട് DC ഈ ക്യാമറയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പവർ അഡാപ്റ്റർ പോയതാണ് ഈ ക്യാമറൻ്റെ പ്രശ്നം. പിന്നെ ഇത് ഇവിടുത്തെ എൻട്രി ബാരിയറാണത് ഈ കാണുന്നത്. അപ്പോൾ അടുത്ത കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സിറ്റ് ക്യാമറ അവിടെ 2 ഉണ്ട്. എക്സിറ്റ്, അതായത് ബിൽഡിങ്ങിൻ്റെ എക്സിറ്റാണിത്. ഈ കാണുന്ന ഏരിയ ഇതാണ് എക്സിറ്റ്. അപ്പോൾ ഇവിടെ കണ്ടോ, ബാരിയർ ഓപ്പൺ ആവുന്നത് ഇവിടെ സെൻസറാണ്. ഇവിടെ വണ്ടി കയറുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഓപ്പൺ ആവും. പിന്നെ ഇവിടെയുണ്ട് 2 ജംബോ ക്യാമറ. അപ്പോൾ ഇതിലൊരു ക്യാമറ അടിച്ചു പോയിക്കണു. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. അതിലൊന്ന് ഈ 2 ക്യാമറയും കണ്ടോ ഫോക്കസ് ചെയ്യണത്, 2ഉം ഫോക്കസ് ചെയ്യണത് ഈ ഭാഗത്തേക്കാണ്. ഇതൊന്ന് ഒരു ക്യാമറ ഇങ്ങോട്ട് ഓക്കെ, പക്ഷേ ഒരു ക്യാമറ ശരിക്കും ഫിക്സ് ചെയ്യേണ്ടത് ഈ സ്ഥലത്താണ്. ഇവിടെ ഫിക്സ് ചെയ്താലേ ഉള്ളൂ ഇതിലാരെങ്കിലും വണ്ടി അടിച്ചു കഴിഞ്ഞാൽ ആളെ പിടിക്കാൻ പറ്റുക ഈ ബാരിയറിൽ. അപ്പോൾ ഇതും 2ഉം ഒരേ ഭാഗത്തേക്കാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റത്തെ ക്യാമറ, അതിന് ശേഷം പുതിയത് ഫിക്സ് ചെയ്യുക. ഇതാണ് പുതിയ ക്യാമറ കേട്ടോ. നമ്മൾ ചേഞ്ച് ചെയ്യണത് ഇതാണ് ക്യാമറ. ആ ജംബോ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ CP+ൻ്റെ ബുള്ളറ്റ് മോട്ടറൈസ്ഡ് ക്യാമറയാണ് കേട്ടോ അത്. ഇതാണ് ഫിക്സ് ചെയ്യണത്. ഇത് ഫുള്ള് മെറ്റൽ ബോഡിയാണ്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിയാരിറ്റി ഒക്കെ ഉള്ളൊരു ക്യാമറയാണ്. നല്ല ക്ലിയറും ഉണ്ട് കേട്ടോ ഇത്. പിന്നെ ഇതിലെല്ലാം സപ്പോർട്ടാണ്. അതായത് ഇതാണല്ലേ, എല്ലാം സപ്പോർട്ടാണ്. CVI, XDH, HDX, AHD, CVBS, TVI എല്ലാം സപ്പോർട്ടാണ് കേട്ടോ. അതിന് പഴയ മോഡൽ DVR ആണെങ്കിൽ ആ DVRൻ്റെ ഓപ്ഷന്, അതായത് ഏത് ഓപ്ഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ളൊരു ബട്ടൺ ഉണ്ട്. പിന്നെ നമ്മുടെ RJ59 PNC കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടർ, പിന്നെ പവർ കണക്ടർ. ഇത് മാത്രമുള്ള ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ 2 സംഭവം കണ്ടോ, ഈ ഒരു സ്വിച്ച്, അതായത് സ്വിച്ച് അല്ല, അത് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിൻ്റെ ഫോക്കസിങ് അതുപോലെ തന്നെ സൂമിങ്. മോട്ടറൈസ്ഡ് ക്യാമറ കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോക്കസിങ് കിട്ടും കേട്ടോ. വൈഡായിട്ട് സൂം ചെയ്തിട്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയാണത്. പിന്നെ രണ്ടാമത്തെ ക്യാമറക്ക് വേണ്ടത് ഇതാണ്, 12 വോൾട്ടിൻ്റെ DC 2 ആംപിയർ അഡാപ്റ്റർ. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഫുൾ സിസ്റ്റം. 2 DVR ഉണ്ട്, 2 UPS ഉണ്ട്. ബാക്കി ഇതാ ഇവിടെ 2 സ്ക്രീൻ. ഡാഹുവിൻ്റെ ആണ് കേട്ടോ അത്. ഡാഹുവിൻ്റെ അനലോഗ് ക്യാമറയാണ്. 2 MP മെഗാപിക്സലിൻ്റെ പഴയ മോഡൽ DVR ആണ്. ഇതാ ഇതിൽ 16 ക്യാമറയിൽ ഏകദേശം കണക്ട് ചെയ്തത് 13 ക്യാമറകളുണ്ട് ഇതിൽ. ബാക്കി ഡമ്മിയാണ്. ഇതിൽ അതേപോലെ കണക്ട് ചെയ്തത്
11 ക്യാമറ ഉള്ളതിൽ അതിൽ ഈ മുകളിൽ 3 ക്യാമറ ഉണ്ടല്ലോ, അത് 3 ഇപ്പോൾ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഒന്ന് ക്യാമറ ഇഷ്യൂ ആണ്, ഒന്നിൻ്റെ BNC കണക്ടർ ഇഷ്യൂ ആണ്, ഒന്നിൻ്റെ അഡാപ്റ്റർ ഇഷ്യൂ ആണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഫസ്റ്റത്തെ ക്യാമറൻ്റെ ചടങ്ങാണ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യണത് ഈ ക്യാമറൻ്റെ അഡാപ്റ്റർ ചേഞ്ച് ചെയ്യണം. 2 ക്യാമറയും വർക്കിംഗ് ആണ്, ജസ്റ്റ് ഈ ക്യാമറൻ്റെ അഡാപ്റ്റർ പോയി. അപ്പോൾ ഇവിടെ 220 വോൾട്ട് ഇതായി വയർ കണക്ടറിൽ വന്ന് കിടക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുക, ആ വയർ കണക്ടർ ടൈറ്റ് ചെയ്യുക, അതിന് ശേഷം നമ്മളെ ക്യാമറയിൽ കണക്ട് ചെയ്യുക. ഇതതിൻ്റെ പഴയ വയർ കട്ട് ചെയ്തതാണ് കേട്ടോ. അതായത് ഇപ്പോൾ ക്യാമറയ്ക്ക് 12 വോൾട്ട് DC ആണ് നമുക്ക് ക്യാമറയ്ക്ക് ആവശ്യമുള്ളത്. അപ്പോൾ 220 വോൾട്ട് കണക്ട് ചെയ്തതിന് ക്യാമറ അടിച്ച് പോകും. അപ്പോൾ ക്യാമറ ജസ്റ്റ് നമ്മൾ ഈ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് അതിന് 220 കൺവേർട്ട് ചെയ്തിട്ട് ക്യാമറയ്ക്ക് കൊടുക്കുന്ന ഒരു പഴയ മോഡൽ സിസ്റ്റമാണിത്. സാധാരണ ഇപ്പോൾ പവർ സപ്ലൈ ആണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കണില്ല, സിസ്റ്റം പഴയ സിസ്റ്റം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ അഡാപ്റ്റർ ചേഞ്ച് ചെയ്തു. അഡാപ്റ്റർ ചേഞ്ച് ചെയ്തിട്ട് അത് വർക്കിംഗ് ആണോ, അതിൽ പവർ ഓക്കെ ആയിക്കണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാമറൻ്റെ സെൻസർ ഫ്രണ്ടിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ കൈകൊണ്ട് ഇതുപോലെ ഒരു LED ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് ഓക്കെ ആയി എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ തട്ടിക്കൊട്ടിയിട്ട് അടുത്ത ക്യാമറ പോവാണ്. അപ്പോൾ അടുത്ത ക്യാമറ വർക്ക് അവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ സെറ്റപ്പ് ആക്കാനുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കവറൊക്കെ ക്ലോസ് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അടുത്ത ക്യാമറൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഓക്കെ, അത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ അടുത്ത ക്യാമറൻ്റെ അടുത്തെത്തി. അടുത്ത വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ ക്യാമറ ഒക്കെ അയച്ചു വെച്ചിക്കണം, ജസ്റ്റ് ഇതിന് വലിച്ചെടുക്കുക. ഇതാണ് നമ്മളെ ജംബോ ക്യാമറ. ഇത് സംഭവം ഒരു സെറ്റപ്പ് ക്യാമറയാണ്, പഴയ മോഡലാണ്. അപ്പോൾ ഇത് അടിച്ചു പോയി. അപ്പോൾ ഇനി നമ്മൾ പകരം വെക്കുന്നതാണല്ലോ ഇപ്പോൾ നേരത്തെ കാണിച്ചു തന്ന മോട്ടറൈസ്ഡ് ക്യാമറ CP+ൻ്റെ. അപ്പോൾ ഇത് വിശ്വാസം ഉണ്ടാവില്ല ഇത് ജംബോ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അത് ആവശ്യം ഇത് ജംബോ ആണോ അല്ലേ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ തന്നെ ജസ്റ്റ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇടാം, ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ജംബോ ആണോ അല്ലേ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറൻ്റെ ഫുൾ വർക്ക് ഈ ബിൽഡിങ്ങത്തെ കഴിഞ്ഞു കേട്ടോ. ഒന്ന് ഈ ക്യാമറ ചേഞ്ച് ആക്കലും പിന്നെ അഡാപ്റ്റർ ചേഞ്ച് ചെയ്യലൊക്കെ ഇരുന്ന് വർക്ക്. അപ്പോൾ ഇതിൻ്റെ ഉണ്ടാവും ഫസ്റ്റത്തെ ജംബോ ക്യാമറ വർക്കിംഗ് ആണ്. രണ്ടാമത്തേതാണ് ഇപ്പോൾ നമ്മൾ പുതിയ മാറ്റിയ CP+ൻ്റെ ബുള്ളറ്റ് മോട്ടറൈസ്ഡ് ക്യാമറ. അപ്പോൾ അത് ചേഞ്ച് ചെയ്തു. ഇനി അതിൻ്റെ അതിൻ്റെ ഉണ്ട്, അതായത് ഒന്ന് വൈഡായിട്ട് സൂമിങ് ചെയ്യാനും സൂം ഔട്ട് ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ്മെൻ്റ് കൂടി ചെയ്താൽ നമ്മളെ വർക്ക് ഫിനിഷായി. ഈ ഒരു ഭാഗമാണ് കവറാവേണ്ടത്. അപ്പോൾ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ വർക്കുള്ളൂ. അപ്പോൾ നമ്മൾ പഴയ മോഡൽ ജംബോ ക്യാമറ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് CP+ൻ്റെ ബുള്ളറ്റ് ക്യാമറ, അതായത് മോട്ടറൈസ്ഡ് ബുള്ളറ്റ് ക്യാമറ അനലോഗ് ക്യാമറയാണ് ഫിക്സ് ചെയ്തത്. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഓൾറെഡി ഇത് ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടന്ന സമയത്ത് ഇവിടെ ക്യാമറ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് ശേഷം ഓപ്പൺ ആയിട്ട് പൈപ്പിംഗ് ചെയ്തതാണ് ഈ വർക്ക്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ദുബായ് ആണ്. ദുബായിൽ അത്യാവശ്യം ബിൽഡിങ്ങിൽ നല്ല രീതിയിലുള്ള HD ക്യാമറകൾ, അതായത് HD ക്യാമറ അല്ല അധികം ഇപ്പോൾ പുതിയ ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ക്യാമറ ഫിക്സ് ചെയ്യണം, സെറ അപ്രൂവൽ വേണം എന്നൊക്കെയാണ് പുതിയ റൂൾസ്. അതായത് പിന്നെ അധികം വർക്ക് ചെയ്യുമ്പോഴും അതായത് നല്ല സെറ്റപ്പിലുള്ള ക്യാമറ ഇവിടെ IP ക്യാമറ ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ റൂൾസ് വെച്ചിട്ട് ദുബായിത്തെ പുതിയ ബിൽഡിങ്ങിലെല്ലാം കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ പൈപ്പ് ചെയ്ത്, അതായത് കൺസീൽഡ് പൈപ്പ് ലൈൻ ചെയ്തിട്ട് IP ക്യാമറയാണ് കൂടുതലെല്ലാം ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് വർക്കാണ്. എനിക്ക് പഴയ ബിൽഡിങ്ങിൽ 20-30 കൊല്ലമായ ബിൽഡിങ്ങിൽ അന്നത്തെ പഴയ മോഡൽ DVR ഒക്കെ അനലോഗാണ്. പിന്നെ ആ DVR കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും അവിടുത്തെ സിസ്റ്റം മൊത്തം ചേഞ്ച് ആക്കിയിട്ട് എന്താ പറയുക IP ക്യാമറ വെക്കില്ല, കാരണം അതിന് എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അനലോഗ് പണ്ടത്തെ 10 വർഷം മുമ്പിൽ അനലോഗ് DVR ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഇപ്പോഴത്തെ പുതിയ മോഡൽ DVR അതിന് സപ്പോർട്ട് ആവണം, ആ ക്യാമറ സപ്പോർട്ട് ആവണേ പുതിയ മോഡൽ DVR ഇടും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ 5 മെഗാ-പിക്സലിൻ്റെ DVR കൊടുന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പഴയ മോഡൽ ക്യാമറയ്ക്ക് സപ്പോർട്ട് ആവില്ല. അപ്പോൾ 2 മെഗാ-പിക്സലിൻ്റെ DVR കൊടുത്തിട്ട് ഫിക്സ് ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ മെയിൻ്റനൻസ് വർക്ക്. പിന്നെ IP ക്യാമറ ഉള്ള ബിൽഡിംഗ് ഉണ്ട്. IP ക്യാമറ ഉള്ള ബിൽഡിംഗ് ആണെങ്കിൽ IP ക്യാമറൻ്റെ സിസ്റ്റം എന്താണ് കംപ്ലൈൻറ്റ്, ഇപ്പോൾ IP ക്യാമറ ആവും, ചിലപ്പോൾ NVR ആവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് അങ്ങനെയാണ്, ആ രീതിയിലാണ് വർക്ക്. പക്ഷേ ഒരുവിധം എല്ലാ പഴയ ബിൽഡിങ്ങിലും അനലോഗ് ക്യാമറയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ആ സിസ്റ്റം മൊത്തം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ്. കാരണം റിസ്ക് അല്ല, വർക്കിൻ്റെ നല്ല പ്രശ്നം, എക്സ്പെൻസ്. കാരണം ക്യാമറ പുതിയത് ചേഞ്ച് ചെയ്യണം, NVR വേണം,
പിന്നെ അതേമാതിരി കേബിൾ ചേഞ്ച് ചെയ്യണം, കാറ്റ് 6 സാധാരണ ക്യാമറ ചാർജ് 15 കേബിളാണ്. അങ്ങനത്തെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലാണ് പഴയ ബിൽഡിങ്ങത്തെ എല്ലാ സിസ്റ്റം. അത് അതേ രീതിയിൽ തന്നെ നമ്മൾ മെയിൻ്റെനൻസും ചെയ്യണത്. പുതിയ രീതിയിൽ ചേഞ്ച് ചെയ്തൊന്നും ചെയ്യൂല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജംബോ ക്യാമറയാണ് റിമൂവ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ വെച്ചത് മോട്ടറൈസ്ഡാണ്. പിന്നെ ഇവിടെ സൂമായിട്ട് കിട്ടേണ്ട ഏരിയ ഇല്ല, അതാണ് വൈഡായിട്ട് കിട്ടേണ്ട ഒരു ഏരിയ ആണ് അവിടെ. അപ്പോൾ അതാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ വർക്ക് അത്രയൊക്കെ ഉള്ളൂ. വർക്ക് ഫിനിഷായി. അപ്പോൾ ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്ത പുതിയ ക്യാമറ കേട്ടോ. അപ്പോൾ ഇത് അലൈൻമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരികയാണ്. അതായത് ഇനി പോയിട്ട് ഇത് സൂമിങ് ഫോക്കസിങ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ബാക്കി 1-2 ക്യാമറ ജസ്റ്റ് ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ട് ആകെ ഒരു വർക്ക് തന്നെ ചെയ്തിട്ടുള്ളൂ. കാരണം വേറെ ബിൽഡിങ്ങിൽ പോയിട്ടൊക്കെ ചെക്കിങ്ങേ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇവിടെ അവസാനിച്ചു. അതായത് ക്യാമറ ചേഞ്ച് ചെയ്തു, പിന്നെ ഒരു ക്യാമറൻ്റെ ഒരു പവർ ഇഷ്യൂ ഉണ്ടായിരുന്നത് ചേഞ്ച് ചെയ്തു, പിന്നെ അലൈൻമെൻറ്റ് ഒക്കെ കുറച്ച് അലൈൻമെൻറ്റുകൾ ചെയ്യാണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അങ്ങനെ എല്ലാതും ഇവിടെ ഫിനിഷായി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.